السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അയ്യുക്കും അയഅജിസു അഹദുക്കും അൻ യഖറഅ സുലുസൽ ഖുർആനി ഫി ലൈല. നിങ്ങളിൽ ആർക്കാണ് ഒരു രാത്രി ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക? ഫശഖ്ഖ ദാലിക അലൈഹിം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചപ്പോൾ സഹാബത്തിനത് പ്രയാസകരമായി തോന്നി. കാരണം ഒരൊറ്റ രാത്രിയിൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്യാൻ നിങ്ങൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് നബി ചോദിക്കുന്നത്. ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ 10 ജുസ് വരും. അത് സഹാബത്തിനത് പ്രയാസമായി തോന്നി. അവർ പറഞ്ഞു, അയ്യുന യുതീഖു ദാലിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിൽ ആർക്കാണ് അതിന് സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് അത് സുലുസുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ മൂന്നിലൊന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഫضൽ, അവൻ്റെ ഔദാര്യം അത് അതിവിശാലമാണ്. ഖുർആനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്തതുപോലെയാണ് ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ. മറ്റൊരർത്ഥത്തിൽ അത് 3 തവണ ഒരാൾ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതുപോലെയാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച്, അവൻ നൽകുന്ന വിശാലമായ നന്മകളെക്കുറിച്ച് നീ അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയൊക്കെ അള്ളാഹു തരുമോ എന്ന് ആശ്ചര്യപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഫضൽ, അവൻ്റെ ഔദാര്യം അത് അങ്ങേയറ്റം വിശാലമാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ഈ സൂറത്തിന് ഇത്രമാത്രം പ്രത്യേകത വരാനുള്ള കാരണം? എന്താണ് ആ ചെറിയ സൂറത്തിലുള്ളത്? അതിലുള്ളത് മറ്റൊന്നുമല്ല, അതിലുള്ളത് നിൻ്റെ റബ്ബിനെ കുറിച്ച് മാത്രമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മാത്രം. സഹാബിമാരിൽ ഒരാൾ പറഞ്ഞതുപോലെ, ഞാൻ ആ സൂറത്ത് ഇഷ്ടപ്പെടുന്നു കാരണം റഹ്മാനായ എൻ്റെ റബ്ബിനെ കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങൾ മാത്രം, അതാണ് ആ സൂറത്തിലുള്ളത്. ഖുർആനിനെ 3 തിരിച്ചാൽ 3 കാര്യങ്ങൾ ആണ് ഖുർആനിലുള്ളത് എന്ന് നമുക്ക് കാണാം. 1 റബ്ബിനെ കുറിച്ച്, 2 റബ്ബിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച്, അവൻ്റെ കൽപ്പനകളും അവൻ്റെ വിരോധനങ്ങളും. 3-മത്തേത് കഥകളാണ്, ചരിത്രങ്ങളാണ്. ഈ അർത്ഥത്തിൽ ഖുർആൻ 3 തിരിച്ചാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അല്ല ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം റബ്ബിനെ കുറിച്ച്, അതാണ് ആ സൂറത്തിലുള്ളത്. ആ സൂറത്തിൻ്റെ പേര് നോക്കൂ, ഇഖ്ലാസ്. അത് ഇഖ്ലാസിൻ്റെ സൂറത്താണ്.
നിനക്ക് ഇഖ്ലാസ് ഉണ്ടാക്കി തരുന്ന സൂറത്താണ്. മാത്രമല്ല റബ്ബിനെ കുറിച്ച് മാത്രം ഖാലിസായി മറ്റൊന്നും പറയാതെ പറഞ്ഞിട്ടുള്ള സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു അവൻ അഹദാണ്, അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്, അവൻ ഒരാളുടെയും ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്ത റബ്ബാണ്. പടപ്പുകളെല്ലാം അവനെ ആശ്രയിച്ച് അവനിലേക്ക് ദരിദ്രരായി അവനിലേക്ക് ആവശ്യക്കാരായി കഴിയുന്നവരാണ്. ലം യലിദ് വലം യൂലദ്, ലം യലിദ് അവനൊരു സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല, വലം യൂലദ് അവനൊരാളുടെയും സന്താനമായി ജനിച്ചിട്ടുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവനെപ്പോലെ ഒരാളും തന്നെയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം. ഏറ്റവും പ്രത്യേകതകളുള്ള, ഏറ്റവും നന്മകൾ നമുക്ക് നേടിത്തരുന്ന പഠനം ഇത് റബ്ബിനെ കുറിച്ചുള്ള പഠനമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ആരാണോ അള്ളാഹുവിനെ അവൻ്റെ പേരുകളിലൂടെ വിശേഷണങ്ങളിലൂടെ പഠിച്ചത്, അഹബ്ബഹു ലാ മഹാല, ഒരു സംശയവും വേണ്ട, ഒരു തടസ്സവുമില്ല, അവൻ റബ്ബിനെ സ്നേഹിച്ചിരിക്കും. അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുക ആരാണ്? അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവനെ അറിഞ്ഞവരാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹു പറയുന്നു അവൻ്റെ അടിമകളിൽ അവനെ ഭയപ്പെടുക ഉലമാ മാത്രമാണ്, പഠിച്ചവർ, വിജ്ഞാനമുള്ളവർ, പണ്ഡിതന്മാർ മാത്രമാണ്. ആ വിജ്ഞാനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള, ഒന്നാമത്തെ പദവിയിൽ നിൽക്കുന്ന വിജ്ഞാനം അത് റബ്ബിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് പഠിക്കൂ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിലൂടെ സുന്നത്തിലൂടെ നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതനുസരിച്ച് പഠിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൽ ഏറ്റവും ഗുരുതരമായ പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ് നാം. അതുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നാം വിശ്വസിക്കുന്നത് അള്ളാഹു അവനെ കുറിച്ച് എന്തു പറഞ്ഞോ അതാണ്. രണ്ടാമത് നാം റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നത് റബ്ബിനെ കുറിച്ച് അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അവൻ്റെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമാ അഅലമുക്കും ബില്ലാഹി വഅഖ്ശാകും ലഹു അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നതും അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നതും ഞാനാണ്. നോക്കൂ, അവിടെ ആ ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനോടുള്ള ഭയവും ചേർത്തു പറഞ്ഞത്. ആർക്കാണ് അള്ളാഹുവിന് ഏറ്റവും ഭയമുണ്ടാവുക? ആരാണ് അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിച്ച് ജീവിക്കുക? അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞവൻ. അള്ളാഹുവിനെ അറിയാതെ പോയവൻ അവൻ മറ്റെന്തറിഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നിന്റെ റബ്ബിനെ കുറിച്ച് നീ പഠിക്കാതെ നീ ദുനിയാവിലെ ഏത് വിജ്ഞാനത്തിൻ്റെ ഗോപുരത്തിനു മുകളിൽ കയറിയിട്ടും എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ അവൻ്റെ വിശേഷണങ്ങളിലൂടെ അറിയുക. അള്ളാഹു അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു അവൻ്റെ കലാമിൽ, അവൻ്റെ ഖുർആനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി അനവധി ഹദീസുകളിൽ അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന്. അതാ ഖുർആൻ ആരംഭിക്കുമ്പോൾ, അതിലെ സൂറത്തുകൾ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എഴുത്തുകൾ ആരംഭിച്ചിരുന്നത് ആ മഹത്തരമായ വാക്യത്തിലൂടെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരിൽ. നീ ആലോചിച്ചിട്ടുണ്ടോ സഹോദര നിന്റെ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്? അവൻ റഹ്മാനാണ്, അവൻ അങ്ങേയറ്റം അതിവിശാലമായ, സർവവിശാലമായ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന കാരുണ്യമുള്ളവനാണ്. അങ്ങനെയുള്ള റഹ്മാനാണ്. അതുമാത്രമല്ല, അവൻ ആ കാരുണ്യം അടിമകൾക്ക് നൽകുന്നവനാണ്. അവൻ റഹീമാണ്, കരുണയേകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ കാരുണ്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, 100 കാരുണ്യം. അതിലൊന്നു മാത്രം ഈ ദുനിയാവിൽ അവൻ നൽകിയിരിക്കുന്നു. ബാക്കി മുഴുവൻ, അത് മുഴുവനായി അള്ളാഹു അവൻ്റെ നല്ലവരായ അടിമകൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലാഹ ലമ്മാ ഖദൽ ഖൽഖ കതബ ഇൻദഹു ഫൗഖ അർശിഹി ഇന്ന റഹ്മതി സബഖത് ഗളബി. അള്ളാഹു സൃഷ്ടികളുടെ ഖദർ മുഴുവൻ, അവരുടെ വിധി മുഴുവൻ തീരുമാനിച്ചതിനു ശേഷം, അവരെ പടക്കുന്നതിനു മുൻപ് അള്ളാഹു അവൻ്റെ അർശിനരികിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു,
ഇന്ന റഹ്മതി സബഖത് ഗളബി, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. എൻ്റെ കോപത്തെക്കാൾ മുന്നിലുള്ളത് എൻ്റെ കാരുണ്യമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാരുണ്യം തട്ടി നീക്കി അള്ളാഹുവിൻ്റെ കോപം വിലക്ക് വാങ്ങുന്നവരിൽ നമ്മളൊരാളും ഉൾപ്പെട്ടുകൂടാ. നോക്കൂ, റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാണ് അവൻ നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം ഏകിയത്, അവൻ നമുക്ക് സമയം നീട്ടിത്തരുന്നത്, അവൻ നമ്മെ അവൻ്റെ സ്വർഗത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്, അവൻ പാപങ്ങൾ പുറത്തു തരുന്നത്. അള്ളാഹു ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ഏകിയത് നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ സ്വന്തം മാതാവിനേക്കാൾ നമ്മോട് കരുണയുള്ളവൻ റബ്ബാണ്. സഹോദര, നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങളോട്, നിൻ്റെ ചെറിയ മക്കളോട് എത്ര കാരുണ്യമുണ്ട് ആലോചിച്ചു നോക്കുക. അതിനേക്കാൾ റഹ്മത്ത് നിന്നോടും നിൻ്റെ മക്കളോടുമുള്ളവൻ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ. ഈ ലോകങ്ങളെ മുഴുവൻ പടച്ചവൻ റബ്ബാണ്. ഖാലിഖ് അവൻ മാത്രമാണ്, അവനല്ലാതെ മറ്റൊരു സൃഷ്ടാവില്ല. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനഹ്. ഇതാ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ അവനല്ലാത്തവർ പടച്ചത് വല്ലതും. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. വലൗ ഇജ്തമഊ ലഹ്, അവരതിനു വേണ്ടി അവരെല്ലാം ഒരുമിച്ച് ചേർന്നാൽ പോലും. അല്ലാഹു അവൻ മാത്രമാണ് ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചവൻ. അവനാണ് അൽ മുസവ്വിർ, അവനാണ് രൂപം നൽകിയവൻ. ആരാണ് നമുക്ക് ഈ രൂപം നൽകിയത്? ഈ സുന്ദരമായ രൂപം മനുഷ്യന് നൽകിയത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാതെ മറ്റാരാണ്? നോക്കൂ മനുഷ്യൻ്റെ മുഖം, അതൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതിൽ വളരെ കുറഞ്ഞ എണ്ണം അവയവങ്ങൾ മാത്രമാണുള്ളത്. 2 കണ്ണുകൾ, അതുപോലെ മൂക്കുണ്ട്, വായയുണ്ട്, പുരികങ്ങളുണ്ട്, ഇരുചെവികളുണ്ട്. എന്നാൽ നോക്കൂ, കോടാനുകോടി മനുഷ്യർ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, ഓരോരുത്തരുടെ മുഖവും വ്യത്യാസമുണ്ട്, ഓരോന്നും വിഭിന്നമാണ്. ഓരോരുത്തരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ഇത് ഇന്നയാളാണ്. അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തൊരത്ഭുതമാണ്. ഇതാ ഇത്രയും കുറഞ്ഞ കാര്യങ്ങൾ അടുക്കി വെച്ചാൽ എത്ര തവണയാണ് ഒരാൾക്ക് അത് വേറിട്ട രൂപങ്ങളിലാക്കാൻ സാധിക്കുക? നോക്കൂ, ഓരോന്നിൻ്റെയും രൂപം അത് രൂപപ്പെടുത്തിയ റബ്ബ് സുബ്ഹാനഹു വ തആല. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഓ മനുഷ്യ, അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞ കാര്യമെന്താണ്? നിന്നെ പടച്ചവൻ, നിന്റെ രൂപം ശരിപ്പെടുത്തിയവൻ, നിന്നെ ഈ രൂപത്തിൽ പടച്ചവൻ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എന്നെ ആക്കി തീർത്തവൻ. മൃഗങ്ങളെപ്പോലെ, കാലികളെപ്പോലെ നാൽക്കാലിൽ നടക്കുന്ന വായ കൊണ്ട് നേരെ കയ്യിലെടുക്കാതെ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? നമ്മെപ്പോലെ ഏറ്റവും മാന്യമായ രൂപത്തിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വായിലേക്ക് ഭക്ഷണം വെക്കുന്ന രൂപമല്ല അവർക്കുള്ളത്. അവർ വായിലേക്ക് നേരെ ഭക്ഷണം എടുക്കുകയാണ്, കടിച്ച് കഴിക്കുകയാണ്. അതുപോലെ അവർ കുടിക്കുന്നത് നോക്കൂ, നടക്കുന്നത് നോക്കൂ. ആ രൂപത്തിലല്ലാതെ ഇത്രയും സുന്ദരമായ രൂപം റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നിനക്ക് നൽകിയത്. നിന്നെ 4 കാലിൽ നടത്താതെ 2 കാലിൽ നടത്തിയ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പടച്ച പടപ്പുകളെ നോക്കൂ. വയറ്റിൽ ഇഴയുന്ന ജന്തുക്കളുണ്ട്, 2 കാലുകളിൽ നടക്കുന്നവരുണ്ട്, 4 കാലിൽ നടക്കുന്നവരുണ്ട്, പറക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ രൂപത്തിൽ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവൻ നിനക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. അവൻ നൽകാത്ത എന്താണ് നിന്റെ കയ്യിലുള്ളത്? അവൻ നൽകാത്തത് എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഓരോ നിമിഷവും അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചാണ് നമ്മൾ കഴിയുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ജന്തുവുമില്ല അല്ലാഹു അതിൻ്റെ റിസ്ക്, അതിൻ്റെ ഉപജീവനം ഏറ്റെടുത്തിട്ടല്ലാതെ. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. എത്ര ജന്തുക്കളുണ്ട് ഭൂമിയിൽ, നിങ്ങളാരും അതിൻ്റെ റിസ്ക് വഹിക്കുന്നില്ല, അതിൻ്റെ റിസ്ക് അത് വഹിക്കുന്നില്ല. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. അല്ലാഹുവാണ് അതിന് റിസ്ക് നൽകുന്നത്, നിങ്ങൾക്കും റിസ്ക് നൽകുന്നത്. അതാ സമുദ്രത്തിനടിയിൽ ഊളിയിട്ട് അതിലൂടെ നീന്തി തുടിച്ചു പോകുന്ന മത്സ്യത്തിന് അതിൻ്റെ റിസ്ക് നൽകുന്നവൻ ആരാണ്? കാടുകളിൽ വസിക്കുന്ന ജന്തുക്കൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? ഭൂമിക്കടിയിൽ ജീവിക്കുന്ന പ്രാണികൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അവനാണ് റസ്സാഖ്, സകലർക്കും റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ. അവനാണ് അൽ വഹാബ്, അൽ മന്നാൻ, എല്ലാ അനുഗ്രഹങ്ങളും ഏകുന്നവൻ.
എല്ലാവിധ സമ്മാനങ്ങളും നിനക്ക് ഔദാര്യമായി നൽകുന്നവൻ. നീ ചോദിക്കുന്നതിന് മുൻപ് നീ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ളത്. യദുല്ലാഹി മൽഅ ലാ തഗീദുഹാ നഫഖത്തുൻ സഹാഉൽ ലൈല വന്നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിൻ്റെ കരങ്ങൾ അത് നിറഞ്ഞ കൈകളാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ അവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ചെലവഴിച്ചതുകൊണ്ട് തീർന്നു പോകാത്ത കൈയാണ് അവൻ്റെ കൈ. കാണുന്നില്ലേ നിങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ അവനെത്രയാണ് അവൻ്റെ പടപ്പുകൾക്ക് അനുഗ്രഹങ്ങളായി നൽകിയിട്ടുള്ളത് എന്ന്. എന്നിട്ട് അവൻ്റെ പക്കലുള്ളത് എന്താണ് തീർന്നുപോയത്? അവനാണ് ഹിദായത്ത് നൽകുന്നവൻ, സന്മാർഗമേകുന്നവൻ. ഓരോ ജന്തുക്കൾക്കും ഓരോന്നിനും അതിൻ്റെതായ മാർഗനിർദ്ദേശം നൽകുന്നവൻ. എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ തടുക്കണം, അപകടങ്ങളിൽ നിന്ന് എങ്ങനെ നീങ്ങിപ്പോകണം എന്ന ഹിദായത്ത്, പൊതുവായ മാർഗനിർദ്ദേശം എല്ലാവർക്കും നൽകിയവൻ. അതിലപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സന്മാർഗം ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത്, അള്ളാഹു തൃപ്തിപ്പെടുന്ന വഴിയത് അത് സ്വീകരിക്കാനുള്ള ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രം. വല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. അൽ ഹാദി അവനാണ്. അൽ വദൂദ് അവൻ്റെ പേരുകളിലൊന്നാണ്. അവനേറെ സ്നേഹിക്കുന്നവനാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അറിയുമോ സഹോദരങ്ങളെ? ഖുർആനിലതാ ഈ പേര് അവൻ്റെ ഗഫൂർ എന്ന പേരിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞിരിക്കുന്നു. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവനാണ് ഏറെ പൊറുക്കുന്നവൻ, ഏറെ സ്നേഹിക്കുന്നവൻ. ആ രണ്ട് പേരുകൾ അള്ളാഹു ചേർത്തു പറഞ്ഞത് അതിൻ്റെ കോർവ നോക്കൂ നിങ്ങൾ. സൃഷ്ടികളുടെ കാര്യം എന്താണ്? അവരെ ഉപദ്രവിച്ചവർ, അവരോട് ദ്രോഹങ്ങളും അക്രമങ്ങളും പ്രവർത്തിച്ചവർ, അവർക്ക് ഒരു പക്ഷേ മനുഷ്യൻ മാപ്പ് കൊടുത്തേക്കാം, മനുഷ്യൻ അവന് പുറത്തു കൊടുത്തേക്കാം. പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ളവരെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ നമുക്കാവുകയില്ല. ചിലപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തേക്കും. പക്ഷേ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ റബ്ബിൻ്റെ പ്രത്യേകത എന്താണ്? വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ തിന്മകളിൽ മുങ്ങിക്കുളിച്ചവർക്ക് പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് പുറത്തു കൊടുത്തതിന് ശേഷം ജീവിതം നന്നാക്കിയവരെ അള്ളാഹു സ്നേഹിക്കുകയും ചെയ്യുന്നു. യാ സുബ്ഹാനല്ലാഹ്, അൽ വദൂദ്, അവൻ ഏറെ സ്നേഹിക്കുന്നവനാണ്. അവനെ അവൻ്റെ അടിമകൾ സ്നേഹിക്കുന്നു. അവൻ അവൻ്റെ നല്ലവരായ അടിമകളെ സ്നേഹിക്കുന്നു. അവൻ അത്യുദാരനാണ്. അവൻ അൽ കരീമാണ്, ഹയ്യാണവൻ, അവൻ ലജ്ജയുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീം യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറാ. നിങ്ങളുടെ റബ്ബായ അല്ലാഹു അവൻ അത്യുദാരനാണ്, അവൻ ലജ്ജയുള്ളവനാണ്. ഒരടിമ അവനിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയാൽ ഒന്നും കൊടുക്കാതെ ശൂന്യമായി അത് മടക്കുവാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അള്ളാഹുവിൻ്റെ ഏതേതു വിശേഷണങ്ങൾ കേട്ടാലും പ്രിയ സഹോദരങ്ങളെ നമ്മളത് അതുപോലെ വിശ്വസിക്കുക. ഒരു പടപ്പിൻ്റെ ഏതും പോലെ നമ്മളത് മനസ്സിലാക്കരുത്. ഒരു സൃഷ്ടിയോടും അതിനെ താരതമ്യപ്പെടുത്തരുത്. എന്നാൽ ആ വിശേഷണം ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്ന് നാം വിശ്വസിക്കണം. അതിനെ നിഷേധിക്കുക നമുക്ക് പാടില്ല. അള്ളാഹു അതാ, അവൻ്റെ അറിവ് എത്ര വിശാലമാണ്, അവൻ്റെ കേൾവി എത്ര വിശാലമാണ്, അവൻ്റെ കാഴ്ച എത്ര പരിപൂർണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തബാറകല്ലദി വസിഅ സമഉഹു കുല്ല ശൈ. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ എത്ര അനുഗ്രഹങ്ങൾ നിറഞ്ഞവനാണ്. അവൻ്റെ കേൾവി സകലതിനെയും ഉൾക്കൊള്ളുന്ന കേൾവിയാണ്. അവൻ കേൾക്കാത്തതായി ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഖൗല ബിൻത് തഅലബ റളിയല്ലാഹു അൻഹ എന്ന പ്രായമേറിയ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ വരികയാണ്. ദിഹാർ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ ഇനി മുതൽ എൻ്റെ മാതാവിനെ പോലെയാണ് അവൾ എന്ന് പ്രഖ്യാപിക്കുന്ന ജാഹിലിയ്യത്തിലെ ഒരു അനാചാരം ഭർത്താവ് എന്നെ ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞ് പരാതിയുമായി ആ വൃദ്ധയായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരികയാണ്. അവർ നബിയോട് ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നുണ്ട്. എന്നിട്ടിടയ്ക്കിടെ അവർ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക്, അല്ലാഹുവേ ഞാൻ നിന്നോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുന്നു. അവർ പറയുന്നത് ചിലത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്നി ല അസ്മഉ കലാമ ഖൗല ബിൻതി തഅലബ വയഖ്ഫ അലയ്യ ബഅദുഹു. അവർ പറയുന്നത് ചിലത് ഞാൻ കേൾക്കും, ചിലത് എനിക്ക് കേൾക്കുന്നില്ല. അവരുടെ സംസാരം ആ രൂപത്തിലായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ത്രീയുടെ പരാതി കേട്ടുകൊണ്ട്
അള്ളാഹു അതാ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. മുജാദല എന്ന സൂറത്ത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, فما برحت حتى نزل جبرائيل بهؤلاء الآيات. ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്ത് മുജാദലയുമായി ഇറങ്ങുകയാണ്. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. قد سمع الله കേട്ടിരിക്കുന്നു قول التي تجادلك في زوجها, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നബിയെ താങ്കളോട് പരാതി പറയുന്നവളുടെ ശബ്ദം അള്ളാഹു കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അള്ളാഹു കേൾക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ വീട്ടിൽ ഞാനുണ്ട്, ആ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഞാനുണ്ട്. അവർ പറയുന്നത് ചിലതെനിക്ക് കേൾക്കാം, ചിലതെനിക്ക് കേൾക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേട്ട് അവൻ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാം കാണുന്ന റബ്ബ്, കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ കാണുന്ന റബ്ബ്, എല്ലാ ശബ്ദവും കേൾക്കുന്ന റബ്ബ്, സകലതും അറിയുന്ന റബ്ബ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള അവൻ്റെ വിശേഷണം അവൻ അലീമാണെന്ന വിശേഷണമാണ്. അവനെല്ലാം അറിയുന്നുണ്ട്. അവൻ്റെ ഇൽമിനെ കുറിച്ചാണ് ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തേണ്ടത്, നമ്മെ ഏറ്റവും അധികം തഖ്വയോടെ ജീവിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ വിശേഷണമാണ്. ചിന്തിച്ചിട്ടുണ്ടോ സഹോദര നീ അതിനെക്കുറിച്ച്? അള്ളാഹുവിൻ്റെ ആ സിഫത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നീ? ഒരു നാട്ടിൽ ശക്തനായ ഒരു ഭരണാധികാരിയുള്ള ഒരു രാജ്യത്ത് നീ ജീവിക്കുകയാണ്. അയാളുടെ ചാരന്മാർ ഓരോ ഇടത്തുമുണ്ട്. അയാൾക്കെതിരിൽ സംസാരിക്കുന്ന, അയാൾ നാട്ടിൽ നിശ്ചയിച്ച നിയമത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ആരുണ്ടെങ്കിലും അതേക്കുറിച്ച് വിവരമറിയിച്ചു കൊടുക്കാൻ സംവിധാനങ്ങൾ ആ നാട്ടിൽ അയാൾ ചെയ്തു വച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷയാണ് അയാളുടെ നാട്ടിലെ സംവിധാനത്തിന് കീഴിലുള്ളത്. എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു നാട്ടിൽ ആളുകൾ ജീവിക്കുക? എത്ര കരുതലോടെയായിരിക്കും അവർ പെരുമാറുക? അവരുടെ വാക്കുകൾ എങ്ങനെയായിരിക്കും? അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? എങ്കിൽ സഹോദര, മാലിക്കുൽ മുൽക്കായ സർവ്വരാജാക്കന്മാരുടെയും മുകളിലുള്ള ഏറ്റവും ഉന്നതനായ രാജാവായ സർവാധികാരിയായ അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്റെ ഓരോ ശബ്ദവും കേൾക്കുന്നു. നീ ചെയ്യുന്നതിന് മുൻപേ അറിയുന്നു. നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് അല്ലാഹു അറിയുന്നു. അവൻ്റെ സൈന്യം, അവൻ്റെ ഏറ്റവും മാന്യന്മാരായ ദൂതന്മാർ, മലായിക്കത്ത് നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നാകട്ടെ രക്ഷപ്പെട്ട് എങ്ങോട്ട് നാം പോകാനാണ്? അവൻ്റെ ഭൂമിയിൽ നിന്ന് എവിടെയാണ് നമ്മൾ പോയി ഒളിക്കുക? ഏതാകാശമാണ് നമുക്ക് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് നമ്മെ ഒളിപ്പിച്ചു വെക്കുക? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അവൻ്റെ പിടുത്തത്തിൽ നിന്ന്. അതുകൊണ്ട് റബ്ബിനെ അറിയുക, അവനെക്കുറിച്ച് പഠിക്കുക, അവനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അനേകം തവണ വന്നിട്ടുള്ള, ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ സിഫത്തുകളിലൊന്നാണ് അവൻ്റെ ഉലൂ എന്ന സിഫത്ത്. അഥവാ അവൻ സകല സൃഷ്ടികൾക്കും മുകളിലുള്ളവനാണ്. അവൻ്റെ പേരുകളിൽ ചിലതാണ് അൽ അഅല, ഏറ്റവും മുകളിലുള്ളവൻ, അൽ അലി, ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ, സഹാബത്ത് മുതൽക്ക് ഇങ്ങോട്ടുള്ള മുസ്ലിമീങ്ങളുടെ മുഴുവൻ വിശ്വാസം അതാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിപ്പോയ, കുഫറിൻ്റെ വഴിയിലേക്ക്, ബിദ്അത്തിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങിപ്പോയ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ ഈ വിശേഷണത്തെ നിഷേധിക്കുകയില്ല. അവൻ സർവ്വ സൃഷ്ടികൾക്കും മുകളിലുള്ളവനാണ്. അവനെവിടെയാണുള്ളത്? അവൻ സകല സൃഷ്ടികൾക്ക് മുകളിൽ, ഏഴാകാശങ്ങൾക്ക് മുകളിലാണുള്ളത്. അതോടൊപ്പം അവൻ്റെ വിശേഷണങ്ങൾ ഉന്നതമാണ്, അവൻ്റെ സ്ഥാനം ഉന്നതമാണ്. എന്നാൽ അവൻ്റെ സ്ഥാനവും വിശേഷണങ്ങളും ഉന്നതമാണ്. അവനെവിടെയാണെന്ന് ചോദിച്ചാൽ അവൻ മുകളിലാണ് എന്ന് പറയാത്ത ആളുകളുണ്ട്. മുസ്ലിമീങ്ങളെ മനസ്സിലാക്കുക, അങ്ങേറ്റം പിഴച്ച, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയേക്കാവുന്ന വാദഗതിയാണത്. മുസ്ലിമിൻ്റെ വിശ്വാസം എന്തായിരിക്കണം? അള്ളാഹു സകല സൃഷ്ടികൾക്കും മുകളിലാണ് എന്നതാണ്. നോക്കൂ, അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒന്നും പഠിക്കാത്തൊരു കുട്ടിയോട്, മുസ്ലിമിൻ്റെ കുട്ടിയാകട്ടെ, മുസ്ലിമീങ്ങളല്ലാത്തവരുടെ കുട്ടിയാകട്ടെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ അള്ളാഹു എവിടെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച്
സൂചിപ്പിക്കാനുള്ള പദം പറയാറുള്ളത്. അതുപയോഗിച്ച് ചോദിച്ചു നോക്കി, എവിടെയാണ് അവനുള്ളത്? കുട്ടികൾ പറയും മുകളിലാണുള്ളത്, ആകാശത്താണുള്ളത്. അല്ലെങ്കിൽ അവർ കൈകൾ മുകളിലേക്ക് ചൂണ്ടും. നമ്മുടെ ഹൃദയങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അത് തിരിയുന്നത് മുകളിലേക്കാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ സകല സൃഷ്ടികൾക്കും മേലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറിവ് വേണ്ടത്ര നേടാൻ സാഹചര്യമില്ലാതിരുന്ന അടിമകളായ സ്ത്രീകളായ ആളുകൾക്ക് പോലും ഈ കാര്യം അറിയുമായിരുന്നു. അടിമയായിരുന്ന മോചിപ്പിക്കാൻ വേണ്ടി ഒരു സഹാബി തൻ്റെ കീഴിലുണ്ടായിരുന്ന അടിമയായിരുന്ന ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുഅ്മിനത്തായ യഥാർത്ഥ വിശ്വാസമുള്ള മുസ്ലിമത്തായ ഒരു പെണ്ണാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ചോദിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ ചോദ്യം ഐന അല്ലാഹ്, എവിടെയാണ് അള്ളാഹു എന്നതാണ്. അവർ പറയുന്നു ഫിസ്സമാ, അള്ളാഹു മുകളിലാണ്, അവൻ ആകാശങ്ങൾക്ക് മേലെയാണ്. രണ്ടാമത്തെ ചോദ്യം മൻ അന, ഞാൻ ആരാണ്? അവരുടെ മറുപടി അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവരെ മോചിപ്പിക്കുക, അവർ മുഅ്മിനത്താണ്. നോക്കൂ, ഖുർആനിൽ എത്ര ഇടങ്ങളിൽ നമുക്കിത് കാണാം. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു റബ്ബുൽ ആലമീൻ 7 ആകാശങ്ങൾക്ക് മുകളിൽ അർശിന് മുകളിൽ അവൻ്റെ മഹാസിംഹാസനത്തിനു മുകളിൽ ആരോഹണം ചെയ്തിട്ടുള്ളവനാണ്. അതിനു മുകളിലാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുപോലെ വിശ്വസിക്കുക ഓരോ മുസ്ലിമിൻ്റെയും മുഅ്മിനിൻ്റെയും ബാധ്യതയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരാൾ വന്ന് ചോദിച്ചു കൈഫ ഇസ്തവ, എങ്ങനെയാണ് അല്ലാഹു അവൻ്റെ അർശിന് മുകളിലായത്? ഇമാം മാലിക് പറഞ്ഞു അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫു ഗൈറു മഅഖൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. ഇസ്തിവ എന്നാൽ അർശിന് മുകളിലായി എന്നാൽ ഇസ്തവ അല എന്ന വാക്ക് അതിൻ്റെ അർത്ഥം ആർക്കും അറിയാം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഫഇദ ഇസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്, നൂഹ് നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിന് മുകളിൽ കയറിയാൽ. വാഹനപ്പുറത്ത് കയറുന്നതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ വാഹനപ്പുറത്ത് കയറിയാൽ നിങ്ങൾ പറയുക സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. ആ ആയത്തിൽ നമുക്ക് കാണാം നിങ്ങൾ വാഹനപ്പുറത്ത് കയറിയാൽ എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ച വാക്ക് ഇസ്തവൈതും അലൈഹി, നിങ്ങൾ അതിന് പുറത്ത് കയറിയാൽ എന്നർത്ഥം വരാൻ ഉപയോഗിച്ച വാക്കതാണ് ഇസ്തവ അല. നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിൻ്റെ മുകളിലാകെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി എന്ന് പറയാൻ അല്ലാഹു ഉപയോഗിച്ച വാക്കെന്താണ്? ഫസ്തവത അലൽ ജൂദി, ഇസ്തവ അല എന്ന വാക്കാണ്. ആ പദമാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അറിയാം, അതറിയാത്ത കാര്യമല്ല. ഇമാം മാലിക് പറയുകയാണ് അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ, അതിൻ്റെ അർത്ഥം അറിയാത്ത കാര്യമല്ല, അതെല്ലാവർക്കും അറിയാം. മുകളിലായിരിക്കുന്നു, മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ വൽ കൈഫു ഗൈറു മഅഖൂൽ, അത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം എന്താണ്, അത് നമുക്കറിയില്ല. ഏതേത് വിശേഷണങ്ങൾ റബ്ബിനെ കുറിച്ച് കേട്ടാലും പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം നമുക്കറിയാം. കാരണം അർത്ഥം അറിയാത്ത കാര്യമല്ല ഖുർആനിലും ഹദീസിലും നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ സ്നേഹം എന്താണ് അർത്ഥം നമുക്കറിയാം. അള്ളാഹു കോപിക്കുമെന്ന് പറഞ്ഞാൽ കോപം എന്താണ് അർത്ഥം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ കൈ എന്നാൽ അർത്ഥം എന്താണ് നമുക്ക് അറിയാം. യദെന്നാൽ കൈ എന്നാണ് അതിൻ്റെ അർത്ഥം. വജ്ഹ് എന്നാൽ മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ മുഖമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 2 കണ്ണുകളെന്ന് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 2 കൈകളെന്ന് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. അള്ളാഹു ചിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. നോക്കൂ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശേഷണങ്ങളുടെ അർത്ഥം നമുക്കറിയാം. അർത്ഥം അറിയില്ല എന്ന് പറയുന്നത് പിഴച്ചവാദമാണ്. അത് പിഴച്ചവാദമാണ്, അങ്ങേറ്റം പിഴച്ചവാദമാണ്. അർത്ഥം നമുക്കറിയാം, എന്തറിയില്ല? കൈഫിയത്ത് അറിയില്ല, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. കാരണം അള്ളാഹുവിനെ നാം കണ്ടിട്ടില്ല, അള്ളാഹു എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എങ്ങനെയാണ് അതും നമുക്കറിയില്ല. അതിനൊരു രൂപമുണ്ട്, പക്ഷെ ആ രൂപം നമുക്ക് അറിയുകയില്ല. നോക്കൂ നിങ്ങൾ, സൃഷ്ടികളുടെ ഓരോരുത്തരുടെയും സിഫത്തുകൾ പോലും അങ്ങനെയല്ലേ? ഇതാ ഒരാൾ തൻ്റെ വീട്ടിന് മുകളിൽ കയറി, അതൊരുപോലെയാണോ? വാഹനപ്പുറത്ത് കയറി ഒരുപോലെയാണോ? ഖുർആനിൽ തന്നെ ഈ പറഞ്ഞ കാര്യം, ആ കപ്പൽ മലമുകളിൽ കയറുന്നതും നമ്മൾ കപ്പലിൽ കയറുന്നതും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. നമ്മൾ കപ്പലല്ലാത്ത മറ്റൊരു വാഹനത്തിൽ കയറുന്നത് ഒരുപോലെയല്ല. ഈ മിമ്പറിൽ കയറുന്നത് ഒരുപോലെയാണോ? ഒരുപോലെയല്ല. ഒരു സൃഷ്ടിയുടെ ഇസ്തിവാ പോലും വ്യത്യാസമുണ്ട്. എങ്കിൽ പിന്നെ സൃഷ്ടാവായ റബ്ബിൻ്റെ വിശേഷണം എങ്ങനെയാണ് സൃഷ്ടികളുടേതുപോലെയാവുക? ഒരിക്കലുമല്ല. അതിലതുപോലെ വിശ്വസിക്കുക.
അള്ളാഹുവിൻ്റെ കരങ്ങളെന്ന് ഖുർആനിൽ വന്നിരിക്കുന്നു. അവൻ്റെ വലത് കൈ കൊണ്ട് ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കുമെന്ന് ഖുർആനിൽ വന്നിരിക്കുന്നു. ഭൂമിയെ അവൻ ഒരു കയ്യിലെടുക്കുമെന്ന് ഖുർആനിൽ വന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഭൂമിയെ എടുക്കുന്ന കൈ, ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന ഒരു കൈ, അങ്ങനെ ഒരു കൈ നിനക്ക് എങ്ങനെ സങ്കല്പിക്കാനാകും? ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അങ്ങനെയുള്ള കൈയാണ് അള്ളാഹുവിൻ്റെ കൈ. അവൻ്റെ കരങ്ങൾ അങ്ങനെ ഉള്ളതാണ്, അവൻ്റെ വിശേഷണങ്ങൾ അങ്ങനെ ഉള്ളതാണ്. ഒരു സൃഷ്ടിയുടേതും പോലെയല്ല. അതതുപോലെ വിശ്വസിക്കുക. അള്ളാഹു എന്താണോ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, അതുപോലെ വിശ്വസിക്കുക. ഒരു രൂപവും നീ മനസ്സിൽ സങ്കല്പിക്കേണ്ടതില്ല, നിനക്ക് സങ്കല്പിക്കാനാവില്ല. എന്നാൽ അത് അതുപോലെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിനെ വ്യാഖ്യാനിക്കാനോ നിഷേധിച്ച് തള്ളിക്കളയാനോ പാടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ നിഷേധിച്ചു തള്ളുന്ന, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഇല്ലാതാക്കി കളയുന്ന വാദഗതികൾ നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. അത് പഠിപ്പിക്കപ്പെട്ട പലരുമുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പഠിക്കുക. അത് പഠിക്കാനുള്ള വഴി എന്തുണ്ട്? അതെവിടെയാണ് പഠിപ്പിക്കപ്പെടുന്നത്? യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിലുള്ള ആ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ എവിടെയാണ് അത് പഠിപ്പിക്കുന്നത് എന്നന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുക. എങ്കിലാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അവനോടുള്ള ഭയവും അവനോടുള്ള സ്നേഹവും അവനോടുള്ള തഖ്വയും എല്ലാം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവനെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കുന്നവരിൽ, അവനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവരിൽ, അവനെ സൂക്ഷിക്കുന്നവരിൽ റബ്ബ് നമ്മെ ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين في غزة وفي فلسطين. اللهم انصرهم على أعدائهم. اللهم ارحم موتاهم. اللهم عافي واشف جرحاهم. اللهم احفظ من بقي منهم. اللهم انصرهم على أعدائهم. اللهم عليك باليهود الغاصبين. اللهم دمرهم وشتت شملهم ومزق ملكهم يا قوي يا عزيز. اللهم طهر المسجد الأقصى من اليهود الغاصبين. اللهم يا رب العالمين، اللهم احفظ المسلمين في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد.